ഹലോ ആ പറയടാ കേക്കാം വാസുവാണ് ഇവിടെ ARK ഒക്കെ ചോറി പിള്ളേരെടുത്ത് അടിച്ചൊന്ന് കെട്ടിയതാ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ARK അതാരാ? ARK ആരെന്ന് എനിക്ക് പറഞ്ഞു. വേട്ടാവളിയനാ എന്തിനാണ് ARK? അതെന്തോ അയ്യേ തീട്ട ഇതൊക്കെ മാറ്റി തീട്ടം ചവിട്ടുന്നു ഇവിടെ മാറ്റിക്കിടത്ത്. ഗ്യാങ് ഹൗസ് വരുമ്പോ തന്നെ തീട്ടത്തി ചവിട്ടി. പക്ഷേ ഒരു മിനിറ്റ് ഞാൻ കഴിയിട്ട് വരട്ടെ. ഇവനൊക്കെ ഏതാ? ഭയങ്കര തീട്ട ശല്യം. അയ്യോ എന്റെ അമ്മച്ചിയെ. ഹലോ ഹലോ വാസോണനാണോ? അതെയാണ്. ആരാ? ലൂസി. ആ പറഞ്ഞു. ARK എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങളുടെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനിപ്പോ സിറ്റിലോട്ട് വന്നേ ഉള്ളൂ. എന്ത് പറ്റി? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? ബോബൊക്കെ കൂടെ റോഡിലിറങ്ങിയെന്ന് വെടിവെച്ചിട്ടു നമ്മുടെ കൂട്ടത്തിലുള്ളവരെ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തിരിച്ചു വെടിവെച്ചു. വെറുതെ വെടിവെച്ചിട്ടോ ബോബ് ഇറങ്ങി? സംഭവം പറഞ്ഞേ. അവര് 3-4 പേര് വണ്ടിയിൽ വരുമായിരുന്നു. വണ്ടിയിൽ വന്നപ്പോഴത്തേക്കിന് മുതുക്കിന്റെ അവിടെ വന്നപ്പോഴത്തേക്കിന് കുറച്ച് കത്തിപ്പ് ഇവരുടെ വണ്ടിക്കിട്ട് എങ്ങോട്ടോ തട്ടി. അതിന്റെ പേരില് അവർക്ക് തട്ടിയതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവര് വന്നിട്ട് പിന്നെ പിറ്റ് ചെയ്ത് പ്രശ്നമായി. വാണങ്ങളെന്നാണ്ടും പറഞ്ഞ് ഇവ കയറി എന്റെ തന്തയാന്നും പറഞ്ഞു. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് സോറി പറയണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും തിരിച്ചു വന്നപ്പോഴേക്കിന് ഇത് പിന്നെയും വെടിയും ഇങ്ങോട്ട് അടിയായി ബഹളായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പോയതായിരുന്നു. മോശല്ലേ? അവനും പറഞ്ഞു, അവൻ തന്തയ്ക്ക് തള്ളയ്ക്ക് പറഞ്ഞു. അതാണ് വേറെ രസം. അത് കഴിഞ്ഞിട്ട് സോറി പറയാൻ പറഞ്ഞോണ്ട് വന്നു. അപ്പൊ ഇവന്മാര് പറഞ്ഞ് നമ്മുടെ തന്തയ്ക്ക് തള്ളയ്ക്ക് പറഞ്ഞില്ലേ, അപ്പൊ അതിനെന്താന്ന് ചോദിച്ചു. അപ്പൊ സോറി വേണ്ടാന്ന് പറഞ്ഞോണ്ട് പോയി. ഇതിപ്പോ നിങ്ങളുടെ സൈഡ്. അപ്പൊ ഞാൻ എന്റെ ഗ്യാങ്ങിന്റെ സൈഡോട് ഇനി ഒന്ന് കേക്കട്ടെ. കുഴപ്പമില്ല. ബോബ് ഇപ്പൊ ഞങ്ങളുടെ അടുത്തുണ്ട്. ഇവൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു 3 പേര് ഇവിടെ കിടപ്പുണ്ട്. ഇവരെന്ത് ചെയ്യണം? കുഴപ്പമില്ല. ഇവരിപ്പോ എന്ത് ചെയ്യണം? സ്വിമ്മിംഗ് പൂളിട്ട് മൂടിക്കട്ടെ? സ്വിമ്മിംഗ് പൂളിൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഇല്ല, അതാ പറഞ്ഞ ഫൗണ്ടേഷൻ ഇടാന്ന് വിചാരിച്ചു. ഇന്നേ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി വന്ന സിമെന്റ് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാരെ എന്നിട്ട് മൂടിയേക്കട്ടെ? പറയാം. അങ്ങനെയാണെങ്കിൽ ബോബിനെ വിട്ടാങ്കിൽ 3 പേരെ ഞാൻ അങ്ങോട്ട് വിടാം. അല്ലെങ്കിൽ നമ്മള് ഫൗണ്ടേഷനിൽ ഇട്ടേക്കാം. കുഴപ്പമില്ല. ശരി വിളിക്ക്. ചന്ദ്രൻ വന്നാ? എടാ അവനിപ്പോ വിളിച്ച് അവൻ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞേട്ടാ. അവരെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാ ബോബ് പോയി പിറ്റ് ചെയ്തു. ബോബ് വണ്ടിയെ പോയി പിറ്റ് ചെയ്തു എന്നാണ് അവര് പറയണത്. എന്നിട്ട് തള്ളക്കും തന്തയ്ക്കും വിളിച്ചു, വാണെന്ന് വിളിച്ചു. അതാണ് സിറ്റുവേഷൻ എന്നാണ് അവര് പറയണത്. അപ്പൊ ഇവിടുത്തെ കാര്യം എന്താ? എനിക്ക് കോൾ വരുന്ന 1 മിനിറ്റ്. ഹലോ, അതെ, നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേരില്ലേ, അത് ഞങ്ങളുടെ ആളല്ല കേട്ടോ. അതേതോ സിവിലിയനാ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. ആണോ? അപ്പൊ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്ന സിവിലിയനുമാണ്. 2 സിവിലിയനായിരിക്കും. 3 പേരുണ്ടെന്ന് പറഞ്ഞു. ഒരാള് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. അങ്ങനെയാണേലും കുഴപ്പമില്ല. നമ്മുടെ പയ്യൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പയ്യനെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ അറിയാം. കുഴപ്പമില്ല. നമുക്ക് സംസാരിക്കാം പയ്യനെ. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം ബ്രോ. എന്താ ടിവിയിലെ പയ്യനാണ് അവിടെ നിൽക്കണേ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇരിപ്പുണ്ട്. പ്രശ്നമൊന്നും ഇല്ലല്ല. നമ്മൾ അവിടെ വരുമ്പോഴും ചെറുക്കന് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് വരും. നമ്മൾ ഇവനായിട്ട് അങ്ങോട്ട് വരാം. പ്രശ്നമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നല്ല തങ്കപ്പെട്ട പിള്ളേരുടെ അവന്മാരിപ്പോ അവനുമായിട്ട് ഇങ്ങോട്ട് വരാന്ന്. ഇവന്മാർ 2 പേര് എന്താ പറയാ, അവന്മാരുടെ ഒരാള് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ എന്നാ പറയണത്. ഇത് 2 പേര് സിവിലിയൻസ് ആണെന്നാണ് അവന്മാര് പറയുന്നത്. ഒരുത്ത സിവിലിയൻ. മറ്റേ ആരാണ്? ഡെഡ് ക്യാരി അടിച്ച് അറക്കളം വണ്ടിയിൽ അവനെ എടുത്ത് രക്ഷിക്കായിരുന്നു ഇവൻ തിരിച്ചു വന്നപ്പം. ഇവൻ അല്ലല്ല സിറ്റുവേഷൻ തുടങ്ങിയതിന്റെ കാരണം എന്താണ്? അതൊന്ന് പറഞ്ഞേ. എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു ഇവിടെ എന്തൊരു സിറ്റുവേഷൻ ആണ്, ഇവരെ ചേസ് ചെയ്യണം, പിറ്റ് ചെയ്യണം, അറക്കളത്തിനെ കണ്ട അടിച്ചോന്ന് പറഞ്ഞു. ഞാൻ കണ്ണി കണ്ടവനൊക്കെ അടിച്ചു.
അതങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാ അതായത് വാസണ്ണ നമസ്കാരം. രാണ ഗാംഗോസ് ഉണ്ട്. അണ്ണന്റെ ഗൺസ് ഒക്കെ ഇല്ലെന്ന് പറഞ്ഞ് വാസണ്ണ ഇല്ലേ കണ്ണേ? 7 പോയിന്റ് അല്ലേ? ഹലോ കേക്കാവോ? കേക്കാം. ഗണ്ണൊക്കെ ഉണ്ട്. പക്ഷേ ഇതല്ല നമ്മുടെ സിറ്റുവേഷൻ. നമുക്ക് ഞാൻ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഓ 2 ഗണ്ണുണ്ടല്ലേ? അഡ്വാൻസ് റൈഫില് 2 എണ്ണം ഉണ്ടല്ലേ? അണ്ണനെ വിളിച്ചിട്ടേ നമ്മളെ കൂടെ ഉള്ള ഒരുത്തനെ കൊണ്ടുപോയിട്ടുണ്ട്, അവനെ കൊണ്ടുവരാൻ പറ, അല്ലെങ്കിൽ കത്തുമെന്ന് പറയുന്നു.